നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങൾ നോക്കാം. കേന്ദ്ര സർക്കാരിൽ നിന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കാനുള്ള SSK ഫണ്ടിന്റെ ആദ്യ ഗഡു ലഭിച്ചു. കേരളം സമർപ്പിച്ച 109 കോടി രൂപയിൽ 92 കോടി 41 ലക്ഷം രൂപയാണ് ലഭിച്ചത്. വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരമുള്ള തുകയാണ് അനുവദിച്ചത്. നോൺ റിക്കറിംഗ് ഇനത്തിൽ ഇനി 17 കോടി രൂപ ലഭിക്കാനുണ്ട്. സംസ്ഥാനത്തെ സ്പെഷ്യൽ അധ്യാപകരുടെ നിയമനം സംബന്ധിച്ച തുകയാണ് കേന്ദ്രം കൈമാറിയത്. കേരളത്തിന് നൽകാനുള്ള SSA ഫണ്ട് ഉടൻ നൽകുമെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ ഉറപ്പു നൽകിയിരുന്നു. തടഞ്ഞുവെച്ച ഫണ്ട് നൽകുമെന്ന് ASG വഴിയാണ് അറിയിച്ചത്. നിയമനം നടത്താനാകാത്തത് കേന്ദ്ര സർക്കാർ ഫണ്ട് തടഞ്ഞുവെച്ചത് മൂലമാണ് എന്നായിരുന്നു കേരളത്തിന്റെ നിലപാട്. ഭരണപ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ എതിർപ്പിനിടെ സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടങ്ങി. ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തി ഫോമുകൾ കൈമാറി തുടങ്ങി. പ്രമുഖരുടെ വീടുകളിൽ ജില്ലാ കളക്ടർമാർ നേരിട്ടെത്തി ഫോം വിതരണം ചെയ്തു. തിരുവനന്തപുരത്ത് നടൻ മധുവിന്റെ വീട്ടിലെത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്യൂമറേഷൻ ഫോം നൽകി. അർഹരായ എല്ലാവരും വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ആദ്യ നടപടിയാണ് എന്യൂമറേഷൻ ഫോം വിതരണം. വീടുകളിലെത്തി ബൂത്ത് ലെവൽ ഓഫീസർമാർ ഫോം വിതരണം ചെയ്യും. വീട്ടുകാർ ഇത് പൂരിപ്പിച്ച് തിരികെ ഏൽപ്പിക്കണം. കണ്ണൂരിൽ എഴുത്തുകാരൻ T പത്മനാഭന്റെ വീട്ടിലും തൃശൂരിൽ കലാമണ്ഡലം ഗോപിയാശാന്റെ വീട്ടിലും ഉദ്യോഗസ്ഥരെത്തി ഫോം നൽകി. തിരുവനന്തപുരത്ത് നടൻ മധുവിന്റെ വീട്ടിലെത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ ഫോം നൽകി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നാടിന്റെ നന്മയ്ക്കെന്ന് നടൻ മധു. ഈ വോട്ടർ പട്ടികയെക്കുറിച്ച് വളരെ പരാതിയിലുള്ള ഈ സമയത്ത് ഈ പുതിയ ഫോമിൽ എല്ലാവരും ഒപ്പിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ശുദ്ധീകരണമായിരിക്കും. നാട്ടിന് നല്ലതാണ്, നമുക്ക് നല്ലതാണ്. SIR-നെ എതിർക്കുന്ന സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷികളെ വിശ്വാസത്തിലെടുക്കണ്ടേ എന്ന ചോദ്യത്തിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മറുപടി ഇങ്ങനെ: SIR എന്ന് പറയുന്നത് വോട്ടർ ലിസ്റ്റിന്റെ ഒരു ശുദ്ധീകരണമാണ്. ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എല്ലാ എലിജിബിൾ ആയിട്ടുള്ള വോട്ടർ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവും. ഡ്യൂട്ടിയുടെ ഭാഗമാകുന്ന BLO-മാർക്ക് ഒരു മാസം പൂർണ്ണമായി SIR ഡ്യൂട്ടിയായിരിക്കും. BLO-മാർക്ക് ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കേണ്ടത് നിയമസഭാ മണ്ഡലത്തിൽ നിയോഗിച്ചിട്ടുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറാണ്. രേഖ ആവശ്യമുള്ളവർക്ക് ERO നോട്ടീസ് അയക്കും. ആദ്യം കരടു പട്ടികയും പിന്നീട് അന്തിമ പട്ടികയും പ്രസിദ്ധീകരിക്കുന്നതാണ് രീതി. SIR നടപ്പാക്കുന്നതിനെതിരെ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നാളെ നടക്കും. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് പാൽ വില കൂടും. തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം പാൽ വിലയിൽ വർധനയുണ്ടാകുമെന്ന് മന്ത്രി J. ചിഞ്ചുറാണി അറിയിച്ചു. മിൽമയുടെ ശുപാർശ പരിഗണിച്ചായിരിക്കും തീരുമാനം. നേരിയ വില വർധനയ്ക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് മിൽമ തിരുവനന്തപുരം മേഖലാ ചെയർപേഴ്സൺ മണി വിശ്വനാഥ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് പാൽവില വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ ധാരണയായതായി സൂചന. പാൽവില ഇപ്പോൾ വർദ്ധിപ്പിക്കാത്തത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ടാണെന്ന് മന്ത്രി J. ചിഞ്ചുറാണി. പാൽവില വർദ്ധിപ്പിക്കണമെന്ന ശുപാർശ മിൽമ സർക്കാരിന് നൽകിയാൽ അത് പരിശോധിക്കുമെന്നും മന്ത്രി. ക്ഷീരകർഷകരുടെ പാലെടുക്കുന്ന മിൽമയല്ലേ, അപ്പൊ അത് കൂട്ടുവാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് കൂട്ടിക്കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ശകലം കൂട്ടണം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് കൂട്ടാൻ പാടില്ല. നേരിയ വില വർധനയ്ക്ക് ബോർഡിനോട് ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് മിൽമ തിരുവനന്തപുരം മേഖലാ ചെയർപേഴ്സൺ മണി വിശ്വനാഥ്. നേരിയ വില വർധന ശുപാർശ ചെയ്ത് ഫെഡറേഷനിൽ അറിയിച്ചിട്ടുണ്ട്. ഫെഡറേഷനും ഗവൺമെന്റും കൂടെ ആലോചിച്ചാണ് അടുത്ത പരിഗണനയിലേക്ക് വരുന്നത്. 2023 ഏപ്രിലിലാണ് അവസാനമായി പാൽവില വർദ്ധിപ്പിച്ചത്. അതിനുശേഷം വിവിധ ഘട്ടങ്ങളിൽ വിലവർധന ആവശ്യം ഉയർന്നിരുന്നെങ്കിലും ജനങ്ങൾക്കുമേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കേണ്ട എന്ന നിലപാടിനെ തുടർന്ന് വില കൂട്ടിയില്ല. സെപ്റ്റംബറിൽ ചേർന്ന ബോർഡ് യോഗത്തിലും വില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമുയർന്നു. പാലും പാലുൽപ്പന്നങ്ങളും GST-യിൽ നിന്ന് ഒഴിവാക്കിയ പശ്ചാത്തലത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന നിലപാടിൽ പിന്മാറുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന പശ്ചാത്തലത്തിൽ നേരിയ നിരക്ക് വർധനയ്ക്കു മാത്രമാകും സർക്കാർ അംഗീകാരം നൽകുക. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. മലപ്പുറം അരീക്കോട് കുനിയിൽ ജനവാസ മേഖലയിലെ ക്വാറിയിൽ ആശുപത്രി മാലിന്യം തള്ളി. മാലിന്യം കലർന്ന ജലം സമീപത്തെ വീടുകളിലേക്കും തോടുകളിലേക്കും ഒഴുകുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഗോകുൽ K. വേണുഗോപാലാണ് വിവരങ്ങളുമായി മലപ്പുറത്തുനിന്ന് ചേരുന്നത്. ഗോകുൽ, ആരാണ് ഈ പാതകം ചെയ്തത്? ഈ പ്രശ്നമുണ്ടാക്കിയത് ആരാണെന്നത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നുണ്ടോ? നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത്?
പ്രവിധ കീഴുപറമ്പ് പഞ്ചായത്തിലാണ് ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ ആശുപത്രി മാലിന്യങ്ങൾ തള്ളിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇതിൽ തള്ളിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 10 ദിവസം മുമ്പായിരുന്നു ഈ മാലിന്യങ്ങൾ തള്ളിയത്. ആ സമയത്ത് തന്നെ പഞ്ചായത്ത് അധികൃതരോടൊക്കെ നാട്ടുകാർ പരാതി പറഞ്ഞതാണ്. എന്നാൽ പ്രശ്നം പരിഹരിക്കാൻ പഞ്ചായത്ത് അധികൃതർക്ക് സാധിച്ചിട്ടില്ല. ഈ കോറിയിൽ നിന്നുള്ള വെള്ളം ഉൾപ്പെടെ ജനവാസ മേഖലയിലേക്ക് തോടുകളിലേക്കും മറ്റും പോകുന്നതിനാൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാവുന്നുണ്ട്. അതിന്റെ ഭാഗമായി കീഴുപറമ്പ് പഞ്ചായത്തിലേക്ക് അവർ മാർച്ചൊക്കെ നടത്തിയിരുന്നു. ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പാലക്കാടേക്കാണ് ഈ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞാണ് അവരവിടുന്ന് കണക്ട് ചെയ്യുന്നത്. എന്നാൽ ഈ പറഞ്ഞ ഈ കീഴുപറമ്പ് പഞ്ചായത്തിലെ അരീക്കോട് കുനിയിലെ ജനവാസ മേഖലയിൽ കൊണ്ടുപോയി ഇറക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രവിധ. ശരി, ഗോകുൽ കെ വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. വിമാന ടിക്കറ്റ് റീഫണ്ട് മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ DGCA ബുക്ക് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ ടിക്കറ്റ് റദ്ദാക്കുന്നതിനോ റീസ്കെഡ്യൂൾ ചെയ്യുന്നതിനോ അധിക ചാർജുകൾ ഒഴിവാക്കാനാണ് നീക്കം. പുതിയ നിയമത്തിന്റെ കരട് തയ്യാറായതായാണ് വിവരം. ഉടൻ പ്രഖ്യാപനമുണ്ടാകുമെന്നും DGCA വൃത്തങ്ങൾ വ്യക്തമാക്കി. വിമാന ടിക്കറ്റ് റീഫണ്ടുമായി ബന്ധപ്പെട്ട ആശങ്കകളുടെ പശ്ചാത്തലത്തിലാണ് മാറ്റങ്ങൾ വരുത്താൻ DGCA ഒരുങ്ങുന്നത്. പുതിയ മാറ്റങ്ങൾ വരുന്നതോടെ ബുക്ക് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ ടിക്കറ്റ് റദ്ദാക്കുന്നതിനോ റീഷെഡ്യൂൾ ചെയ്യുന്നതിനോ അധിക ചാർജുകൾ നൽകേണ്ടി വരില്ല. 21 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ റീഫണ്ട് പ്രക്രിയ വിമാന കമ്പനികൾ പൂർത്തിയാക്കണം എന്ന വ്യവസ്ഥയും പുതിയ നിയമത്തിലുണ്ടാകും. ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത ശേഷം യാത്രാ തീയതികളിൽ മാറ്റം വരുത്തേണ്ട യാത്രക്കാർക്ക് ഇത് ആശ്വാസകരമാകും. എയർലൈനുകൾ യാത്രക്കാർക്ക് ലുക്കിൻ സൗകര്യം ഇതിനായി 48 മണിക്കൂർ നൽകണമെന്നാണ് DGCAയുടെ നിർദ്ദേശം. ബുക്ക് ചെയ്ത് 48 മണിക്കൂറിന് ശേഷമാണ് യാത്രക്കാർ ടിക്കറ്റിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അധിക തുക നൽകേണ്ടി വരും. 24 ഡൽഹി. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ വൻ ട്രെയിൻ അപകടം. പാസഞ്ചർ ട്രെയിൻ ഗുഡ്സ് ട്രെയിനിലേക്ക് ഇടിച്ചു കയറി 5 പേർ മരിച്ചു. നിരവധി പേർക്ക് പരുക്കേറ്റു. ബിലാസ്പൂർ സ്റ്റേഷന് സമീപം വൈകിട്ട് 4 മണിയോടെയാണ് അപകടം. കോർബയിൽ നിന്നും ബിലാസ്പൂരിലേക്ക് പോകുകയായിരുന്ന മെമു ട്രെയിൻ ഗുഡ്സ് ട്രെയിനിന്റെ പിറകിലിടിച്ച് കയറുകയായിരുന്നു. നാട്ടുകാരുടെയും റെയിൽവേ പോലീസിന്റെയും നേതൃത്വത്തിലാണ് ആദ്യഘട്ട രക്ഷാപ്രവർത്തനം നടത്തിയത്. തകർന്ന ബോഗികളുടെ അവശിഷ്ടങ്ങൾക്കുള്ളിൽ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന പരിശോധന തുടരുകയാണ്. റെയിൽവേയുടെ പ്രത്യേക രക്ഷാസംഘത്തെ സ്ഥലത്തേക്ക് അയച്ചു. ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥർ അപകടസ്ഥലം സന്ദർശിച്ചു. അപകടം സംബന്ധിച്ച് റെയിൽവേ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 5 ലക്ഷം രൂപയും നിസ്സാര പരിക്കേറ്റ യാത്രക്കാർക്ക് 1 ലക്ഷം രൂപയും റെയിൽവേ സഹായധനം പ്രഖ്യാപിച്ചു. യാത്രക്കാർക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി വിഷ്ണു ദിയോസായി ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി. യാത്രക്കാർക്കും ബന്ധുക്കൾക്കുമായി റെയിൽവേ ഹെൽപ്പ് ലൈൻ നമ്പർ പ്രഖ്യാപിച്ചു. 24 ഡൽഹി. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യപ്രചാരണം അവസാനിച്ചു. അധികാരത്തിലെത്തിയാൽ സ്ത്രീകൾക്ക് 30,000 രൂപയും കർഷകർക്ക് താങ്ങുവിലയ്ക്ക് പുറമെ സാമ്പത്തിക സഹായവും നൽകുമെന്ന് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് പ്രഖ്യാപിച്ചു. തോൽവി മുന്നിൽ കണ്ടാണ് പ്രഖ്യാപനമെന്ന് BJP നേതാക്കൾ പരിഹസിച്ചു. സ്ത്രീ വോട്ടർമാരെ ഒപ്പം നിർത്താൻ പരമാവധി ശ്രമത്തിലാണ് മഹാസഖ്യം. മായി ബഹിൻമാൻ യോജന എന്ന പേരിലുള്ള പദ്ധതി വഴി അധികാരത്തിലെത്തിയാൽ ജനുവരി മാസം തന്നെ 30,000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്നാണ് പ്രഖ്യാപനം. 1 കിൻഡൽ നെല്ലിന് 300 രൂപയും 1 കിൻഡൽ ഗോതമ്പിന് 400 രൂപയും താങ്ങുവിലയ്ക്ക് പുറമേ നൽകുമെന്നും മഹാസഖ്യത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് പറഞ്ഞു. ബീഹാറിൽ ആഞ്ഞടിക്കുന്നത് NDA സുനാമിയാണെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. രാഹുൽ ഗാന്ധി ദുശ്ശകുനമാണെന്നും അധിക്ഷേപ പരാമർശം. 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ ജനവിധി തേടുക. അവശതകൾ പ്രകടമാണെങ്കിലും വിശ്രമത്തിന് അവധി നൽകി ലാലു പ്രസാദ് യാദവ് അവസാന ലാപ്പിൽ പ്രചാരണത്തിനായി കാര്യമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. തേജസ്വി യാദവ് നിലവിലെ ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ സാമ്രാജ് ചൌധരി, മൈഥിലി ഠാക്കൂർ തുടങ്ങി പ്രമുഖർ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. നവംബർ 11-നാണ് ശേഷിച്ച 122 സീറ്റുകളിൽ വോട്ടിംഗ് നടക്കുക. ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ സ്ത്രീ വോട്ടർമാർ എത്രത്തോളം നിർണായകമായി എന്ന വിലയിരുത്തൽ മുന്നണികൾക്കുണ്ട്. അതുകൊണ്ട് അവസാന ലാപ്പിൽ പരമാവധി സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടികൾ. ബീഹാറിലെ പട്നയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം കോർപ്പറേഷനിലേക്ക് 13 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കോൺഗ്രസ്. INTUC ജില്ലാ പ്രസിഡന്റ് AK ഹഫീസ് മേയർ സ്ഥാനാർത്ഥിയാകും. ഭരണം ഉറപ്പെന്നാണ് AK ഹഫീസിന്റെ പ്രതികരണം. അതേസമയം ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് വിഭജനത്തെ ചൊല്ലി കോട്ടയത്ത് LDF UDF മുന്നണികൾക്കുള്ളിൽ തർക്കമുണ്ട്. തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസ് 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. 15 പേരുടെ പട്ടികയാണ് പ്രഖ്യാപിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൊല്ലം കോർപ്പറേഷനിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. 13 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. കോർപ്പറേഷൻ മുൻ പ്രതിപക്ഷ നേതാവും INTUC ജില്ലാ പ്രസിഡന്റുമായ AK ഹഫീസാണ് മേയർ സ്ഥാനാർത്ഥി. വിജയം സുനിശ്ചിതമെന്നും
25 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിലെ അഴിമതി തുറന്നുകാട്ടി തെരഞ്ഞെടുപ്പിനെ നേടുമെന്നും AK ഹഫീസ് 24 പറഞ്ഞു. പ്രാവശ്യം നല്ല പൂർണ്ണമായ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കാരണം കഴിഞ്ഞ 30 വർഷക്കാലമായി കൊല്ലം നഗരത്തിലെ ജനങ്ങൾ 25 വർഷക്കാലം കോർപ്പറേഷനും അതിനു മുമ്പ് 5 വർഷക്കാലം മുനിസിപ്പാലിറ്റിയും എന്ന നിലയിൽ കൊല്ലം നഗരത്തിലാണ് ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല. തൊട്ട് നിലയിലാണ് എവിടെ തൊട്ടാലും നമുക്ക് കാണാൻ കഴിയുന്ന മുഴുവൻ അഴിമതി നിറഞ്ഞൊരു ഭരണ സംവിധാനം. അത് മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. 10 സീറ്റുകളിൽ RSPയാണ് മത്സരിക്കുന്നത്. അതേസമയം കോട്ടയത്ത് സീറ്റ് വിഭജനം മുന്നണികൾക്ക് കീറാമുട്ടിയെ തുടരുകയാണ്. ഒരു സീറ്റ് അധികമായി വന്നതോടെ ഈ സീറ്റിനെ ചൊല്ലിയാണ് ഇരു മുന്നണികളിലെയും തർക്കം. 24 കൊല്ലം. സംസ്ഥാനത്ത് നെല്ല് സംഭരണം താളം തെറ്റുന്നതിനിടെ പരസ്പരം കുറ്റപ്പെടുത്തി സർക്കാരും മില്ലുടമകളും. മുഖ്യമന്ത്രിയുടെ യോഗത്തിനു ശേഷം മന്ത്രിമാർ ആരും വിളിച്ചില്ല എന്ന് മില്ലുടമകൾ പറഞ്ഞു. എന്നാൽ ഈ വാദം തള്ളിയ ഭക്ഷ്യമന്ത്രി ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചു. 50ഓളം മില്ലുടമകളിൽ സംസ്ഥാന സർക്കാരുമായി സഹകരിക്കുന്നത് 2 മില്ലുകൾ മാത്രം. നാമമാത്രമായ നെല്ല് സംഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രിമാരാരും ബന്ധപ്പെട്ടില്ലെന്നാണ് മില്ലുടമകളുടെ പരാതി. ഞങ്ങൾക്ക് തന്നത് തന്നെന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ച് തരാമെന്ന് പറഞ്ഞു. കുറച്ച് തന്നാലും കാര്യം നടക്കില്ല. ഈ 64 കിട്ടിയാലും മില്ല് രക്ഷപ്പെടില്ല. എന്നാലും ഞങ്ങൾ തുടങ്ങാൻ തയ്യാറാണ്. ഇന്ന് വിളിച്ചു പറഞ്ഞ മന്ത്രിമാർ വിളിച്ചോന്ന് ചോദിച്ചു. ചോദ്യത്തിന് മറുപടി ഇന്നുവരും വിളിച്ചിട്ടില്ല. അതേസമയം കർഷകരെ സഹായിക്കാനുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ പൊളിക്കാമെന്ന ഗൂഢരാഷ്ട്രീയ ചിന്തയാണ് ചില മില്ലുടമകൾക്കെന്ന് മന്ത്രി GR അനിൽ കുറ്റപ്പെടുത്തി. ഇങ്ങനെ കർഷകനെ സഹായിച്ച് കർഷകനെ ബന്ധുവാക്കുന്ന പ്രവർത്തനങ്ങളെ എങ്ങനെ പൊളിക്കാം എന്ന ഗൂഢമായ രാഷ്ട്രീയ ചിന്തയാണ് ഇത്തരം മില്ലുടമകൾ ചിലർ നടത്തുന്നത് എന്ന് പറയേണ്ടി വരികയാണ്. നെല്ല് സംഭരണത്തിൽ കൂടുതൽ മില്ലുടമകൾ സർക്കാരുമായി സഹകരിക്കുന്നുണ്ടെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ വിശദീകരണം. നിലവിലെ പ്രശ്നങ്ങളിൽ സർക്കാർ പരമാവധി വിട്ടുവീഴ്ച ചെയ്തെന്നും എടുത്ത നെല്ലിന്റെ പണം അടുത്തയാഴ്ചയ്ക്കുള്ളിൽ കർഷകരുടെ കൈകളിലെത്തിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ വെച്ച് പെൺകുട്ടിയെ ആക്രമിച്ചത് പുകവലി ചോദ്യം ചെയ്തതിനെന്ന് റിമാൻഡ് റിപ്പോർട്ട്. പരാതിപ്പെടുമെന്ന് പറഞ്ഞത് പ്രതിയെ പ്രകോപിപ്പിച്ചു. കൊലപ്പെടുത്തുമെന്ന ഉദ്ദേശത്തോടെ ആക്രമിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ നിർണായകമായ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. പരിക്കേറ്റ പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. കോട്ടയത്തെ 2 ബാറുകളിൽ നിന്ന് മദ്യപിച്ച ശേഷം പ്രതിയും സുഹൃത്തും കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി. ശുചിമുറിക്ക് സമീപം നിന്ന് പുകവലിക്കുന്നത് പെൺകുട്ടികൾ ചോദ്യം ചെയ്തത് പ്രതിയെ പ്രകോപിപ്പിച്ചു. വാതിൽപ്പടിയിലിരുന്ന ശ്രീകുട്ടിയെ ശക്തിയായി ചവിട്ടി പുറത്തേക്കെറിഞ്ഞു. റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇങ്ങനെയാണ്. സുഹൃത്ത് അർച്ചനയെയും പ്രതി ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും മറ്റ് യാത്രക്കാരുടെ സഹായത്താൽ രക്ഷപ്പെടുകയായിരുന്നു. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ പുറത്തേക്ക് ചവിട്ടിയെറിഞ്ഞെന്നും പോലീസ് പറയുന്നു. വധശ്രമവും യാത്രക്കാരെ ശല്യം ചെയ്യലും ഉൾപ്പെടെയുള്ള 6 വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേരള എക്സ്പ്രസിലെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചാണ് പോലീസ് അന്വേഷണം തുടരുന്നത്. CCTV ദൃശ്യങ്ങളിൽ ആക്രമണത്തിന്റെ നിർണായക വിവരങ്ങളുണ്ട്. പുറത്തേക്ക് ചവിട്ടിയെറിഞ്ഞത് സുരേഷ് തന്നെയെന്നും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇത് കേസന്വേഷണത്തിൽ നിർണായകമാകുമെന്ന നിരീക്ഷണത്തിലാണ് പോലീസ്. പരിക്കേറ്റ പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതിയും മാറ്റമില്ലാതെ തുടരുകയാണ്. തലച്ചോറിനേറ്റ ക്ഷതം ആരോഗ്യസ്ഥിതി ഗുരുതരമാക്കുന്നു. പെൺകുട്ടി അപകടനില തരണം ചെയ്തെന്ന് നിലവിൽ പറയാനാകില്ലെന്നും ഡോക്ടേഴ്സ് അറിയിച്ചു. മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലാണ് ചികിത്സ. ചതവുകൾ സുഖപ്പെടാൻ സമയമെടുക്കുമെന്ന കാര്യം ഡോക്ടേഴ്സ് പെൺകുട്ടിയുടെ കുടുംബത്തെയും അറിയിച്ചു. 24 തിരുവനന്തപുരം. PM ശ്രീ വിവാദം ചർച്ചയാക്കി ഇന്ന് ചേർന്ന CPI സംസ്ഥാന കൌൺസിൽ. ഭൂരിഭാഗം അംഗങ്ങളും നേതൃത്വത്തെ അഭിനന്ദിച്ചുവെങ്കിലും നേട്ടത്തിൽ അഹങ്കരിക്കേണ്ടതില്ല എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി. ചർച്ച കൂടാതെ ഒപ്പിട്ടതിൽ കഴിഞ്ഞ ദിവസം നടന്ന CPIM സംസ്ഥാന കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമുയർന്നു. വീഴ്ച സംഭവിച്ചുവെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സമ്മതിച്ചു. പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കാനുള്ള നടപടികൾ ഒരാഴ്ച കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. 24 ബ്രേക്കിംഗ്. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ചർച്ച കൂടാതെ ഒപ്പുവച്ചതിൽ വീഴ്ച സംഭവിച്ചു എന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ തുറന്നുപറച്ചിൽ യാദൃശ്ചികമായി സംഭവിച്ചതല്ല. CPIM സംസ്ഥാന സമിതിയിൽ നടന്ന വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് സംസ്ഥാന സെക്രട്ടറിക്ക് വീഴ്ച സമ്മതിക്കേണ്ടി വന്നത്. മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതെങ്ങനെയെന്ന് നേതൃത്വം വിശദീകരിക്കണമെന്ന് സംസ്ഥാന സമിതിയിൽ ആവശ്യമുയർന്നു. പാർട്ടിയുടെ രാഷ്ട്രീയ നയത്തിൽ നിന്ന് വ്യതിചലിച്ച് പദ്ധതിയോട് യോജിച്ചതിനെയും സംസ്ഥാന സമിതി അംഗങ്ങൾ വിമർശിച്ചു. തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ തിരിച്ചടിയുണ്ടാക്കുന്നതാണ് PM ശ്രീ വിവാദമെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വീഴ്ച സമ്മതിക്കുകയായിരുന്നു.
ചർച്ച കൂടാതെ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് വീഴ്ചയാണെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ കുറ്റസമ്മതം. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ രാഷ്ട്രീയ നയം പാലിക്കുന്നതിന് പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. പണം നേടിയെടുത്തില്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്തംഭനാവസ്ഥയിലാകുന്നതുകൊണ്ടാണ് ഒപ്പിടേണ്ടി വന്നതെന്നും എം വി ഗോവിന്ദൻ വിശദീകരിച്ചു. PM3 പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കുന്ന നടപടിക്രമം ഒരാഴ്ച കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ദോശ ചുടുന്നതുപോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. കത്തയക്കാൻ തീരുമാനിച്ചു, മന്ത്രിസഭാ സബ് കമ്മിറ്റി രൂപീകരിച്ചു. അത് പറഞ്ഞതുപോലെ ഇത്രയും വളരെ ഗൗരവമുള്ള വിഷയം പെട്ടെന്ന് ദോശ വിടുന്ന പോലെ പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ ഗൗരവത്തോടുകൂടി തന്നെ ഇച്ചിരി സമയമെടുത്തങ്ങ് ചർച്ച ചെയ്ത് നടപടിക്രമം പൂർത്തീകരിക്കുകയാണ്. PM3 പദ്ധതിയിലെ നേട്ടത്തിൽ അഹങ്കരിക്കരുതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാഷ്ട്രീയ നിലപാട് ഉയർത്താനായത് നേട്ടമാണ്. അമിതമായി ആഹ്ലാദിക്കാനോ അഹങ്കരിക്കാനോ പോയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും സംസ്ഥാന കൗൺസിലിലെ ചർച്ചയ്ക്ക് ബിനോയ് വിശ്വം മറുപടി നൽകി. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ബാലതാരങ്ങൾക്ക് പുരസ്കാരം നൽകാത്തതിൽ വിവാദം. ബാലതാരങ്ങളെ അവഗണിച്ചുവെന്നും ജൂറി നിലപാട് പ്രതിഷേധാർഹമെന്നും കുറ്റപ്പെടുത്തി സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയുടെ സംവിധായകൻ വിനീഷ് വിശ്വനാഥും ബാലതാരം ദേവനന്ദയും രംഗത്ത് വന്നു. പരാതി ചർച്ച ചെയ്യുമെന്നും അവാർഡിന് അർഹമായ സിനിമകളില്ല എന്നുമാണ് ജൂറി അറിയിച്ചത് എന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ വിശദീകരിച്ചു. ബാലതാരങ്ങളോ കുട്ടികൾക്കായുള്ള സിനിമയോ ഇന്നലെ പ്രഖ്യാപിച്ച ചലച്ചിത്ര പുരസ്കാരത്തിൽ ഇടം നേടിയിരുന്നില്ല. കുട്ടികളുടെ ക്രിയേറ്റീവായ സിനിമകളില്ലെന്നും അത്തരം സിനിമകൾ കണ്ടെത്തണമെന്നുമായിരുന്നു ജൂറി പരാമർശം. ഇതിന് പിന്നാലെയായിരുന്നു പ്രതിഷേധവുമായി സിനിമാ പ്രവർത്തകർ രംഗത്തെത്തിയത്. മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം പൂർണ്ണമായും ഒഴിവാക്കിയത് പ്രതിഷേധാർഹമെന്ന് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമയുടെ സംവിധായകൻ വിനേഷ് വിശ്വനാഥ് 24-നോട് പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ കാറ്റഗറിയോട് തന്നെ അവഗണന ഉണ്ടാവുന്നുണ്ട്. ഒരു ബെസ്റ്റ് ചൈൽഡ് ആക്ടറിനുള്ള അവാർഡ് ഇങ്ങനെ അങ്ങ് മാറ്റിവെച്ച് പോവുകയാണ്. വിഷയം ചർച്ച ചെയ്യുമെന്ന് മന്ത്രി സജി ചെറിയാൻ. പല കുറവുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് ആ കുറവുകളെല്ലാം അവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ട് നമുക്കതിനെ എങ്ങനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുമെന്ന നടപടി ഉണ്ടാവും. ബാലതാരങ്ങൾക്ക് പുരസ്കാരം നൽകാത്തതിൽ ദേവനന്ദയും രംഗത്തെത്തി. ബാലതാരങ്ങൾക്കും അവകാശങ്ങൾ ഉണ്ടെന്നും കുട്ടികളും സമൂഹത്തിന്റെ ഭാഗമാണെന്നും ദേവനന്ദ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. സ്വജനപക്ഷപാതത്തിലും വില കുറഞ്ഞ രാഷ്ട്രീയ കളിയിലും ആരും ഒട്ടും മോശമല്ലെന്നും വെറുതെ തള്ളി മറിച്ചിട്ടൊരു കാര്യമില്ലെന്നും സംവിധായകൻ വിനയൻ ഫേസ്ബുക്കിൽ കുറിച്ചു. 24 കൊച്ചി. താമരശ്ശേരി കട്ടിപ്പാറ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം തുറക്കുന്നതിൽ ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാതെ തുറക്കുകയാണെങ്കിൽ ശക്തമായ സമരമെന്ന് മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ പറഞ്ഞു. അമ്പലമുക്കിൽ പ്രദേശവാസികളുടെ കുടിൽ കെട്ടിയുള്ള സമരം പുനരാരംഭിച്ചു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലും ഫ്രഷ് കട്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സമവായമായില്ല. സമരസമിതി പ്രവർത്തകരെയും തിരുവമ്പാടി MLA, MP എന്നിവരെയും ഉൾപ്പെടുത്തി തുടർ ചർച്ച നടത്താനാണ് തീരുമാനം. പ്രശ്നം പരിഹരിക്കാതെ ഫാക്ടറി തുറക്കാൻ അനുവദിക്കില്ലെന്ന് MK മുനീർ MLA യോഗത്തെ അറിയിച്ചു. വിയോജനക്കുറിപ്പും MLA നൽകി. ഫാക്ടറി തുറന്നാൽ ശക്തമായ സമരം തുടരുമെന്നും മുനീർ. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് ഉറപ്പുവരുത്തിയ ശേഷമല്ലാതെ ഇത് തുറക്കുന്നത് ശരിയല്ല. ഇതൊന്നും ചെയ്യാതെ പ്ലാന്റ് തുറക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധമുണ്ടാകും എന്ന് കളക്ടറെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം താമരശ്ശേരിയിൽ ഫ്രഷ് കട്ടിനെതിരെയുള്ള ജനകീയ സമരം പുനരാരംഭിച്ചു. താമരശ്ശേരി അമ്പലമുക്കിൽ പന്തല് കെട്ടിയാണ് സമരം. ആശങ്കകൾ പരിഹരിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ തയ്യാറാകണമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത MN കാരശ്ശേരി. ഈ സമരപ്പത്ര ചൂടാവുന്നതിന്റെ കാര്യം എന്താണെന്നറിയാം? ഇലക്ഷൻ വരിക, എല്ലാ പാർട്ടിക്കാർക്കും കുറച്ച് ബേജാറാവും. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഇലക്ഷൻ ബഹിഷ്കരിക്കുന്നത് അടക്കമുള്ള സമര പരിപാടികളിലേക്ക് നിങ്ങൾ മുന്നേറണം. ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കും ഒരു സ്ഥാനാർത്ഥിക്കും ഞങ്ങൾ വോട്ട് ചെയ്യുകയില്ല. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് പ്രഖ്യാപിച്ച നിരോധനാജ്ഞ തുടരുകയാണ്. 24 കോഴിക്കോട്. കൊല്ലത്ത് ഹെൽമറ്റ് ധരിക്കാത്തതിന് യുവാവിന് പോലീസ് മർദ്ദനം. എഴുകോൺ SI ചന്ദ്രകുമാറാണ് ബൈക്കിലെത്തിയ യുവാവിനെ മർദ്ദിച്ചത്. പരുക്കേറ്റ ദേവനാരായണൻ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് എഴുകോൺ പവിത്രേശ്വരം ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചായിരുന്നു മർദ്ദനം. ബൈക്കിലെത്തിയ ദേവനാരായണനും സുഹൃത്തും ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല. പിന്നാലെ എത്തിയ പോലീസ് ബൈക്കിന് കുറുകെ വാഹനം നിർത്തി യുവാവിനെ മർദ്ദിക്കുകയായിരുന്നു. എഴുകോൺ SI ചന്ദ്രകുമാറാണ് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത്. കോളേജിലേക്ക് പോകുന്നതിനിടയിലാണ് സംഭവമെന്ന് ദേവനാരായണൻ. പോലീസ് ഞങ്ങളെ കണ്ടു, ഫോട്ടോ എടുത്തു, തടഞ്ഞതൊന്നുമില്ല. അപ്പൊ ഞങ്ങള് ക്ലാസ് ഇച്ചിരി താമസിച്ചുകൊണ്ട് ക്ലാസ്സിന് വെക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അമ്പലത്തിന്റെ അവിടെ എത്തിയപ്പോ ഇവര് സൈറനിട്ട് വന്ന് ചേസ് ചെയ്ത് ഞങ്ങളെ പിടിച്ച് ചീത്ത വിളിച്ച്, വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ ചീത്ത വിളിച്ച്,
പുള്ളിക്കാരൻ വന്ന ഉടനെ കൈവച്ച് ചുരുട്ടി എന്റെ പെടലിക്ക് ഇടിക്കുമായിരുന്നു. പരിക്കേറ്റ ദേവനാരായണനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ മർദ്ദിച്ചിട്ടില്ലെന്നും ജീപ്പിൽ വരുന്നതിനിടയിൽ ഹെൽമറ്റ് ധരിക്കാത്ത യുവാക്കളെ കണ്ട് ചോദ്യം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്നുമാണ് എഴുകോൺ പോലീസിന്റെ വിശദീകരണം. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ദേവനാരായണന്റെ തീരുമാനം. 24 കൊല്ലം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 33ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് ബീച്ച് ക്ലീനിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചു. സാമൂഹിക ഉത്തരവാദിത്തത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനുമുള്ള കമ്പനിയുടെ ദീർഘകാല പ്രതിബദ്ധത മുൻനിർത്തി മലബാർ ഗ്രൂപ്പിലെ 600-ലധികം ജീവനക്കാർ ബീച്ച് ക്ലീനിംഗിന്റെ ഭാഗമായി. സബ് കളക്ടർ എസ് ഗൌതം രാജ് ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗ്രൂപ്പ് ചെയർമാൻ AP അഹമ്മദ്, മാനേജിംഗ് ഡയറക്ടർ ആഷർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് എല്ലാവരും കൂടി ഉണ്ടാകുന്നതാണ്, എല്ലാവരും കൂടി അനുഭവിക്കുന്നതാണ്. ഇതിനെല്ലാവർക്കും റൈറ്റ് ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് അന്ന് മുതൽ മാറ്റിവെച്ചിട്ടുമ്പോൾ ഞങ്ങളുടെ ലാഭത്തിൻ്റെ 5%. അത് കൃത്യമായിട്ട് ഞങ്ങൾ എംപ്ലോയീസ് നോക്കുന്നുണ്ട്. എവിടുന്ന് വരുന്നു, എങ്ങനെ പോകുന്നു, അത് കൃത്യമായി ചിലവഴിക്കപ്പെടുന്നുണ്ട്. ഇതിന് ഞങ്ങളുടെ എല്ലാ ആൾക്കാരെയും പങ്കാളികളാക്കുക, അവരെ ഇൻസ്പിറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങളുടെ കൂടെ മലബാർ ഫാമിലി മെമ്പേഴ്സ്, കാരണം നമ്മൾ കാണുന്നുണ്ട് നാട്ടിലുള്ള ജ്വല്ലറികളൊക്കെ ഫാമിലി ജ്വല്ലറികളാണ്. അപ്പം ഞങ്ങളുള്ള ആൾക്കാരൊക്കെ ഞങ്ങളുടെ ഫാമിലിയാണ്. മലബാർ ഫാമിലി എന്നാണ് എല്ലാവരെയും ഞങ്ങൾ വിളിക്കുന്നത്. ആത്മകഥയിലെ വിമർശനങ്ങളിൽ മറുപടിയുമായി CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. പുസ്തകം വായിച്ചിരുന്നെങ്കിൽ എല്ലാത്തിനും വ്യക്തത വരുമായിരുന്നുവെന്ന് EP ജയരാജൻ പറഞ്ഞു. വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട ആത്മകഥയിലെ വിമർശനത്തിൽ പ്രതികരിക്കാൻ CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ തയ്യാറായി. പുസ്തകം വായിച്ചിരുന്നെങ്കിൽ എല്ലാത്തിനും വ്യക്തത വരുമായിരുന്നുവെന്നാണ് വിമർശനങ്ങളോട് EP ജയരാജന്റെ പ്രതികരണം. വായിച്ചിട്ടും സംശയമുണ്ടെങ്കിൽ കണ്ണൂരിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുമെന്നും അവിടെ മറുപടി പറയുമെന്നും EP ജയരാജൻ പറഞ്ഞു. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും അതിൽ പറഞ്ഞ കാര്യം മനസ്സിലാക്കാനുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് തന്നെ കണ്ണൂരിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അതേസമയം വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട ആത്മകഥയിലെ EP ജയരാജന്റെ വിമർശനത്തിൽ പ്രതികരിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ വിളിച്ചു പറയും. മകനെ BJP സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചു എന്നടക്കമുള്ള EP ജയരാജന്റെ ആത്മകഥയിലെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തി. ആ പുസ്തകത്തിന് യഥാർത്ഥത്തിൽ ഇടേണ്ട പേര് കള്ളന്റെ ആത്മകഥ എന്നായിരുന്നു. കണ്ണൂർ ബ്യൂറോക്കൊപ്പം 24 തൃശൂർ. ന്യൂയോർക്ക് സിറ്റിയെ സോഹ്റാൻ മംദാനി നയിക്കാൻ സാധ്യതയേറി. ഇന്ന് നടക്കുന്ന വോട്ടെടുപ്പിന്റെ ഫലം നാളെ അറിയാം. അഭിപ്രായ വോട്ടെടുപ്പിൽ എതിരാളിയേക്കാൾ 14.7% ലീഡാണ് ഇന്ത്യൻ വംശജനായ മംദാനിക്കുള്ളത്. ന്യൂയോർക്ക് സിറ്റി മേയർ സ്ഥാനത്തേക്കുള്ള ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ മുൻ ഗവർണർ ആൻഡ്രൂ ക്യൂമോയെ പരാജയപ്പെടുത്തിയാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി സോഹ്റാൻ മംദാനി മാറിയത്. ന്യൂയോർക്കിലെ സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെട്ടതാക്കുക എന്നതാണ് മംദാനിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. ഇതിനായി മംദാനി മുന്നോട്ടുവച്ച ആശയങ്ങൾ വമ്പൻ ജനപിന്തുണ നേടി. പുരോഗമനവാദി എന്ന നിലയിലും രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടും ഡൊണാൾഡ് ട്രംപിന്റെ അതിശക്തനായ എതിരാളി തന്നെയാണ് സോഹ്റാൻ മംദാനി. ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിൽ മംദാനി വിജയിച്ചാൽ ന്യൂയോർക്കിനുള്ള ഫെഡറൽ ധനസഹായം വെട്ടിക്കുറയ്ക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം അതിന് തെളിവാണ്. ഡെമോക്രാറ്റ് സോഷ്യലിസ്റ്റായി സ്വയം വിശേഷിപ്പിക്കുന്ന മംദാനിയെ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ച് കടന്നാക്രമിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇൻഡോ അമേരിക്കൻ ചലച്ചിത്ര സംവിധായകയായ മീര നയ്യരുടെയും അക്കാഡമിഷ്യനും എഴുത്തുകാരനുമായ മെഹ്മൂദ് മംദാനിയുടെയും മകനായ മംദാനി യുഗാണ്ടയിലാണ് ജനിച്ചത്. റിസർച്ച് ഡെസ്ക് 24. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. ശബരിമല കട്ടിളപ്പാളി കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന N വാസുവിനെ പ്രതി ചേർത്തേക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി SIT നൽകിയ കസ്റ്റഡി അപേക്ഷയിൽ മുൻ ദേവസ്വം കമ്മീഷണർക്കെതിരെ ഗുരുതര പരാമർശങ്ങളുണ്ട്. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. മനീഷ്, നിർണായകമായ നീക്കമാണിപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. N വാസുവിനെ പ്രതി ചേർക്കുന്നു എന്നുള്ള വാർത്തയ്ക്കൊപ്പം മറ്റെന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നു? പ്രവിത, നിലവിൽ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ 2 FIR ആണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഒന്ന് ദ്വാരപാലകരുടെ ശില്പം, അതിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി എന്ന കേസും രണ്ടാമത്തെ കേസ് ആണ് കട്ടിളപ്പാളി കേസ്. ഇതിൽ 2 കേസുകളിൽ നിലവിൽ ദേവസ്വം കമ്മീഷണർ പ്രതിയാണ് എന്ന രീതിയിൽ ഉണ്ട്. അത് അവരുടെ പദവി മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ രണ്ടാമത്തെ കേസിൽ കട്ടിളപ്പാളി കേസിൽ 3-ാം പ്രതി അത് ദേവസ്വം കമ്മീഷണറാണ്. ആ സമയത്ത് 2019 ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവിനെ പ്രതി ചേർത്തേക്കുമെന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. അതായത്
നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി കസ്റ്റഡി അപേക്ഷ കഴിഞ്ഞ ദിവസം റാന്നി കോടതിയിൽ SIT നൽകിയിരുന്നു. ആ റാന്നി കോടതിയിൽ നൽകിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷയിലാണ് കട്ടളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി 1-ാം പ്രതിയാണ്. അതിൽ 3-ാം പ്രതി ദേവസ്വം കമ്മീഷണർ ആണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ N വാസുവിന്റെ പേര് ഈ പറയുന്ന കസ്റ്റഡി അപേക്ഷയിൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കൂടി നാളെ നൽകുന്ന ഇടക്കാല റിപ്പോർട്ട്, നാളെയാണ് ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച 2ാമത്തെ ഇടക്കാല റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം കൈമാറുക. അങ്ങനെ നാളെ ദേവസ്വം ബെഞ്ചിന് നൽകുന്ന ഇടക്കാല റിപ്പോർട്ടിൽ N വാസുവിനെ 3-ാം പ്രതിയായി ചേർത്തുകൊണ്ട് ഉള്ള FIR അത് പരിഷ്കരിക്കും എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. ഇത് N വാസുവിന് ഏറെ നിർണായകമാണ്. നേരത്തെ ഇത് സംബന്ധിച്ചൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നത് 2019 2 പേരായിരുന്നു ദേവസ്വം കമ്മീഷണറായി ഉണ്ടായിരുന്നത്. അതായത് 2019 ഏപ്രിൽ മാസത്തോടുകൂടി ആ സമയത്ത് N വാസു കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് മാറിയിരുന്നു. അതിനു മുൻപ് ദേവസ്വം പ്രസിഡന്റായി N വാസു ഉണ്ടായിരുന്നു. പക്ഷേ 2019 വാസു തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്വേഷണ സംഘം ആദ്യം വാസുവിന്റെ PAയും പിന്നീട് ദേവസ്വം ഭാരവാഹി കൂടിയായിരുന്ന ആളെ അറസ്റ്റ് ചെയ്യുകയും ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇയാളിൽ നിന്നും വാസുവിനെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ, ഗുരുതരമായിട്ടുള്ള തെളിവുകൾ ലഭ്യമായിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വാസുവിനെ ചോദ്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ 2019 കട്ടിളപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി അറ്റകുറ്റപ്പണിക്ക് കൊടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്തത് അന്നത്തെ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദേവസ്വം കമ്മീഷണർക്കും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട അധികാരികൾക്കും ശുപാർശ ചെയ്തത് അന്നത്തെ ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവാണെന്നുള്ള തെളിവുകൾ വ്യക്തമാണ്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. നിർണായകമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് N വാസുവിനെ പ്രതി ചേർക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് മനീഷ് മഹിപാൽ നൽകിയത്. ഇതോടെ ലേറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.